ഹായ് അസ്സലാമു അലൈക്കും. ലിയാഗാട എൻപി ലിയാഗാട നടിച്ചു പോരാ. അതിൽ നമുക്കിപ്പോൾ പുതിയ സാധനം എത്തിയത് വലിയ ഇതെത്തിയിട്ടുണ്ട്. ഇതേതാ സാധനം നല്ല കായലുള്ള നല്ല നല്ല കായുള്ള നല്ല നല്ല അടിപൊളി സാധനം കേട്ടോ. ഒക്കെ തന്നെ അക്കപ്പടക്കെ സൈഡിൻ്റെ കായാണ്, എല്ലാ സൈഡും കായ തന്നെയാണ്. അതാ ഇത് കുറച്ച് വില ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ ജമതിനെ ചെറുതും കാണിക്കാം. ഇത് എത്ര രൂപ ഉണ്ട്? ഇതിപ്പോൾ 7000 റുപ്യ. 7000 റുപ്യയിലുണ്ട്. അവിടെയൊക്കെ കാശ് നിൽക്കുന്നുണ്ട് അല്ലേ? എല്ലായിടത്തും കാശ് നിൽക്കുന്നുണ്ട്. നല്ല മരം തന്നെയാണ്. ഇത് നമ്മുടെ അടുത്ത് എത്ര സ്റ്റോക്ക് ഉണ്ട്? എത്ര പീസ്? 4 പീസ് ഉണ്ട്. ഓക്കെ. പിന്നെ വലിയ റംബുട്ടാന് കായലുള്ളതിനാണ്. എന്താ വെച്ചാൽ നമ്മൾക്കത് നനത് എത്തിയതുകൊണ്ട് ഒന്നിങ്ങനെ ഇതാവുന്നുണ്ട്. ഇലക്കൊക്കെ ഒരു മാറ്റം വന്നല്ലേ? അത്രേ ഉള്ളൂ. അത് ശരിയാവും. നല്ല സാധനം, നല്ല വണ്ണമുള്ള സാധനം നിലത്തേക്കാണ് വെക്കണം. ഇപ്പൊ അല്ലെങ്കിൽ നമ്മൾ കവറ് മാറ്റണം. കവറ് മാറ്റുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ വിലക്കാണ് അത് ഒരു കജ്ജുറ്റും പിടിച്ച് എത്തൂലാണ്ടില്ല. ഇല്ല, നല്ല കടവണ്ണ. കവർ മാറ്റിയിട്ട് ഇപ്പൊ ഈ വിലക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ 100 പിന്നെയും കൂടും കവറിന്റെ ചെലവും മറ്റൊക്കെ. ഇത് അത്യാവശ്യം നല്ല കടവണ്ണൊക്കെ ഉള്ള വലിയ മരമാണ്. അത് മാത്രമല്ല ഇവിടെയൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. റംബൂട്ടാൻ എല്ലായിടത്തും കാഴ്ച നിൽക്കുന്നുണ്ട്. N18 അല്ലത്? ഇത് എത്ര രൂപ വില? 2500 രൂപ. ഇല്ല ഇല്ല, 1800 നമ്മൾ എല്ലാവരും കൂട്ടുകളുണ്ട്. ആ സൈസ് നമുക്ക് 1200 കൂട്ട്. ഇത് നിറയെ കാഴ്ചയുണ്ട്. എല്ലാ കൊമ്പിലും കാഴ്ച നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല. നല്ല ഒരു അത്യാവശ്യം ഒരു ഒതുങ്ങിയ റേറ്റ്. 2500 രൂപ. എവിടെയും കിട്ടാൻ സാധ്യത കുറവ് തന്നെയാണ്. ഇത് ഉഷാക്ക പറഞ്ഞ പോലെ കിട്ടാൻ സാധ്യത കുറവാണ്. ഇത് എത്ര പീസ് നമ്മൾ സ്റ്റോക്ക് ഉണ്ട്? 4 പീസ്. ഇതിൽ വലുത് അതെവിടെ ഉണ്ടാവും അടുത്ത്? ഓക്കെ, അതൊന്ന് കാണാം. ഓക്കെ, ഇത് സീസർ. സീസർ കുറച്ച് വില ഉണ്ട് കേട്ടോ. അപ്പൊ അന്നെ വില ഉള്ളത് പറയാം. അനുസരിച്ച് നോക്കിയാൽ മതി. മറ്റേ തന്നെ സീസർ അല്ലെങ്കിൽ എന്തിനാ വരും പറയാ. സീസറാണ്. സീസർ ഉണ്ട്. നല്ല വണ്ണുള്ളത്. കയറി പൊട്ടിച്ച് തന്നെ കഴിക്കണം. നല്ല വലുപ്പമായിക്കണം. മരത്തുമ്പോ തന്നെ കയറി കൈനാണ്ടി കൊമ്പും ബ്രാഞ്ചസ് ഉള്ളതാണ്. ഇത് 10 റുപ്യ ഉണ്ട്. 10 രൂപ ഉണ്ടല്ലേ? അതന്നെ വേണ്ട. N18 നമുക്ക് നിറച്ച് നല്ല ഇപ്പൊ പൂവും കായ. ഇത് വലുത് 5 റുപ്യ ഉള്ളൂ. അതെവിടെ? നല്ല നല്ല വണ്ണ ഇതാ ഹോം ഗ്രൗണ്ട് N18 ആണ്. ഹോം ഗ്രൗണ്ട് N18. N18 കായ പിടിച്ചതാണ്. നല്ല കഴിഞ്ഞ തന്നെ കായ ഉണ്ടായിട്ടാണ്. ഇത് ഫ്ലവർ ഉണ്ടല്ലോ അറിയാം. ശരിക്കും 7 റുപ്യ കൊടുത്തിട്ട് 5000 റുപ്യ ഓഫർ ഇട്ടാണ്. ഇപ്പൊ 5000 റുപ്യ കൊടുക്കാം നമുക്ക് ഓഫറിൽ. 12 ഉണ്ട്. കഴിഞ്ഞതോട് കഴിയും. 12 പീസ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇത് ഓഫർ ചെയ്തില്ല. എത്ര പേര്? 5 റുപ്യ. 5000 റുപ്യ കൊടുക്കുക. 7500 കൊടുത്തായിരുന്നു. ഇതിലും കായ വന്നിട്ടുണ്ട്. മേലക്കൊക്കെ കായ വന്നിട്ടുണ്ട്. ഫ്ലവറും ഉണ്ടെന്ന് അറിയാം. അടിപൊളി മരങ്ങൾ തന്നെ കേട്ടോ. ഇതൊക്കെ ഓഫറിൽ കൊടുക്കുകയാണ്. വേഗം വിളിച്ചോളൂ. ലോങ്ങുള്ള ആൾക്കാരൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മള് വിയറ്റ്നാം സൂപ്പർ ലെയറിലെ അടിപൊളി മരം. ഇത് എത്ര രൂപ കൊടുക്കുന്ന? നമ്മൾ 800 അല്ലെങ്കിൽ ഇതിലാറല്ല ഇതൊക്കെ തന്നെ. നല്ല മരങ്ങൾ. നല്ല ഇലക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഇലകൾ. വലിയ കവറിൽ തന്നെയാണ്. 800 രൂപക്കാണ് ഇത് വിൽക്കുന്നത്. സൂപ്പർ മരങ്ങൾ കേട്ടോ. ഒക്കെ കാലാപ്പാടി കുറച്ച് വലുതും ചെറുതുണ്ടാവും. അത് 1800 നമ്മടെ കാണാം. നല്ല പുഷായത് വലിയ വലുതാ. ഇതൊക്കെ കാലാപ്പാടി. നാംഡോക്കിതോടെ വേറെ കാലാപ്പാടി ഒക്കെ വലിയ തയ്യെത്തിയിട്ടുണ്ട്. ഈ കാണുന്ന കാലാപ്പാടിയൊക്കെ 1000 രൂപന്റെ 1000 രൂപന്റെ 800 രൂപ. ഓക്കെ. ഇതോ? ഈ മാവോ? നാംഡോക്ക് ഏതാത്? ഗോൾഡ്. നാംഡോക്ക് ഗോൾഡ്. അത്യാവശ്യം നല്ല കടവാനുള്ള അടിപൊളി മരം തന്നെ. ഇത് എത്ര രൂപ കൊടുക്കാം? 1500 ആണ്. അതിന് കുറഞ്ഞു വേണ്ടത് 800 രൂപ വരുന്നുണ്ട്. നാംഡോക്കി ഗോൾഡ് തന്നെയാണ്. 800 രൂപ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ വലുപ്പമുള്ള മരം തന്നെയാണ്. കുഴപ്പമില്ലാത്ത സ്റ്റംപ് തന്നെയാണ് ഇത്. 800 രൂപ കൊടുക്കാം അല്ലേ? 800 രൂപ. ഓക്കെ. 1500 ഇഷ്ടം പോലെ ഉണ്ട്. പുഷായത് നല്ല കളറുള്ള ഫ്ലവർ ഇതൊക്കെ വേണമെങ്കിൽ 1500. അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് അല്ലേ? 1500 രൂപ കൊടുക്കുന്നുണ്ട്. നല്ല ബുഷ്. ഇതൊക്കെ ആ റേറ്റ് പെട്ടല്ലേ? 1500 പെട്ട്. നല്ല ബുഷ് മരങ്ങൾ തന്നെയാണ്. ഇതുപോലത്തെ പീസ് ഒരുപാട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. 1500 വലുത് നാംഡോക്ക് ഗോൾഡ്. നല്ല വലുപ്പമുണ്ട്. പോകട്ടെ. ഇത് മാങ്ങുള്ളത് ഇപ്പൊ ഇന്നലെ പോയതാണ്. ഇവിടെ ഫ്ലവർ ഉണ്ടല്ലോ. ഓക്കെ, നല്ല വലുപ്പമുള്ള ഈ മരം എത്ര രൂപ കൊടുക്കാം? 2 രൂപ. 2000 രൂപ. നല്ല വണ്ണമുള്ള കടവണ്ണൊക്കെ അത്യാവശ്യം അടിപൊളി തന്നെയാണ്. വലിയ കവറവാണ്. ഇതുപോലത്തെ ഇനി ഉണ്ടോ? വേറെ സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ? വലിയ J30 കുറച്ച് വില ഉണ്ട്. അതിന് ചെറുതുണ്ട്. നമ്മൾ സാധാരണ 800 കൊണ്ടുവരുന്ന ബുഷുള്ളുണ്ട്. ഇത് എത്ര രൂപ? ഇത് 1200 വരും. 1200? 1500 നിൽക്കണാണ്. 1200 ലാസ്റ്റ് നമുക്ക് കൊടുക്കാം. നല്ല ബുഷ് അല്ല. അല്ലെങ്കിൽ വേണേ ഒക്കെ അവിടെ കാണിച്ചാ. അതേമാതിരി കലപ്പടി ഉണ്ടല്ലോ. അതാ ഇത് 1000 ഇത് വി ഗ്രാഫ്റ്റ് ആണ്. 800 ഈ സൈസേ ഉള്ളൂ. ഇതേ ഉള്ളൂ അല്ലേ? 800 ഇപ്പൊ ഈ സൈസ് ആണ്. 800 ഇപ്പൊ പുതിയത് ഇന്നത്തെ ലോഡ് വരുന്നുണ്ട്. 800
നമ്മള് സാധാ 21 കവറിന് വരിക 800-ല് അത്ര മുരട് വണ്ണം ഉണ്ടാവില്ല. 1000-ന്റെ ആകുമ്പോ കുറച്ചും കൂടി വണ്ണുണ്ട്. നമുക്ക് ഈ 800-ൽ കുറഞ്ഞതില്ലേ കാലാപാടി? എത്ര രൂപയുടെ സ്റ്റാർട്ട് ആണ്? 150 രൂപ മുതലേ 150 രൂപ തൊട്ടുണ്ട്. 500 തന്നെ നല്ല പുഷായതുണ്ട്. അതും ഉണ്ട് അല്ലേ? 500-ലാ. ഓക്കെ. നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ഫുള്ള് പണി നടക്കണുള്ളൂ. ഈ സൈഡ് മാവൊക്കെ ഒഴിവാക്കി ഈ സൈഡ് ഫുള്ള് ലോങ്ങനാളാക്കണം. ലോങ്ങൻ പറയും. ലോങ്ങൻ നമ്മളിങ്ങനെ തിക്കി വെച്ചിട്ടേ അപ്പൊ ഇങ്ങനെ കൂട്ടിയിട്ടത് ഇങ്ങനെ ലെവലാക്കി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണു. ഇവിടെ നേരത്തെ വന്നപ്പോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലേ? ആ സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിക്കാണ്ട് പണി നടക്കണുള്ളൂ. ലോങ്ങിന്റെ സെക്ഷൻ ആക്കാം ഇവിടെ അല്ലേ? ഇവിടെ ലോങ്ങിന് കുറച്ച് അതായത് ലോങ്ങിന് പുരാസാന് മാവ് ഇവിടുന്ന് ഒഴിവാക്കി. ഇവിടെ നല്ല സൗകര്യമായി ഇപ്പോ. മാവ് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ റെഡിയാക്കി ചെറുമാര് പണി നടക്കണുള്ളൂ. അപ്പൊ ലോങ്ങൻ മാത്രം ഏരിയ ഒക്കെ ആക്കിയാൽ നമ്മള് ആള് നമ്മളെന്താ വെച്ചാൽ ഇല്ലെങ്കിലും നമ്മൾ ഈ കൽക്കത്തൊക്കെ ഇനിയിപ്പോ ആന്ധ്രക്ക് പോകുമ്പോൾ ആളില്ലെങ്കിൽ ഇവർക്ക് സാധനം എടുത്തു കൊടുക്കാൻ വേണ്ടി മറ്റിപ്പോ നമുക്കിപ്പോ ആളായത് എടുത്തു കൊടുക്കുന്ന ആളിപ്പില്ല നിലവില്ല. നമുക്ക് പുതിയ ആള് വരുന്നിട്ടാണ് ബട്ടർ ബി ഗ്രാഫ്റ്റ് വരല് കേട്ടോ. വലിയ ബട്ടർ. ഇത് ബെഡാണ്. അധികം ബി ഗ്രാഫ്റ്റ് വരിക ബട്ടറുകള്. ഇത് നമ്മുടെ ക്ലൈമറ്റില് കായ്ക്കില്ലേ? നമ്മളെ കാലാവസ്ഥ കായ പിടിക്കുന്നതാണ്. കുറച്ച് വിലയുണ്ട്. 2000 ഉണ്ട്. 2000 രൂപ ഉണ്ട്. നമ്മള് സാധാ നമ്മൾ 350 250 കാട്ടാ. പക്ഷെ ഇത് ഇനി കൂടുതൽ താമസാവില്ലല്ലോ കായ്ക്കാം അല്ലേ? അടുത്ത വർഷം കായ്ക്കും. ബെഡായതുകൊണ്ടാ വില. ഓ അടിപൊളി. പിന്നെ നമുക്ക് പറയാം അപ്പൊ ലോങ്ങിനാൾ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇപ്പൊ ചെറിയ ഐറ്റംസ് 800 അതിന് കുറഞ്ഞ 500 അങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ റെഡി ആയി വരാണ്ട് റെഡി ആയിട്ട് നമുക്ക് എല്ലാം കൂടി ഇവിടെ ലോങ്ങിന്റെ മൊത്തത്തിൽ വീഡിയോസ് നമുക്ക് ശരിക്കും വേണമെങ്കിൽ കാണിക്കാം. അപ്പൊ ആൾക്കാർക്ക് ഓരോ വിലകളും അറിയാനും വേണ്ടി. ഫ്ലവർ വന്ന ലോങ്ങിനാ കൂടുതൽ ഫ്ലവർ തന്നെ എല്ലാ വെറൈറ്റീസും വൈറ്റും മെഡോസ്റ്റാർ ഒക്കെ ഫ്ലവർ തന്നെയാണ്. വേറെ ഒന്നുണ്ട്. ലോങ്ങിന് എത്ര രൂപ പോയിട്ട് സ്റ്റാർട്ട് ആവുന്നത്? 500 രൂപ മുതൽ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീട്ടിൽ മൊത്തത്തിൽ കാണിക്കാം അല്ലേ? എല്ലാ വിലയും കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ വേണ്ടില്ല. എഡോസ്റ്റാർ ഒക്കെ നല്ല കായ പിടിച്ചാണ്. എഡോസ്റ്റാർ കായ പിടിച്ചതാ. ഈ സൈസ് എത്ര രൂപ കൊടുക്കാം? ആ സൈസ് 1000 1200 ഓഫറിൽ ഇട്ട് കൊടുക്കാം അല്ലേ? അടിപൊളി തന്നെയാണ് ഇത്. കുറച്ച് കായ പിടിച്ചാൽ കുറച്ച് ബ്രാഞ്ചസ് ഇട്ടാലും ആൾക്കാർക്ക് നല്ലതാണ്. അതെ ഇങ്ങനത്തെ എടുക്കുക. കുറച്ച് ബ്രാഞ്ചസ് നല്ല കടവണ്ണുള്ള നോക്കി എടുക്കുക. ഇതൊക്കെ ഡോസ്റ്റാറാണ്. ഇത് എത്ര രൂപ കൊടുക്കുന്ന? ഒക്കെ ആ റേഞ്ച് കിട്ടിയാണ്. 1200 ആണ്. 1200 കിട്ടിയാണ്. അത്യാവശ്യം നല്ല ബുഷൊക്കെ ആയിട്ടുള്ള ചെടികളാണല്ലോ. അപ്പോൾ ലോങ്ങിന്റെ ഒരുവിധം വെറൈറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ സെക്ഷൻ തിരിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നതാണ്. ഫ്ലവർ വന്നത് കായ വന്നതൊക്കെ ആയിട്ടുള്ള ലോങ്ങിന് ഒരുപാട് ഇവിടെ ഉണ്ട്. നമ്മൾ ഇഞ്ചിൻ ഇതാണ്ടോ, ഇഞ്ചിന്റെ വണ്ണം കണ്ടില്ലേ? അടിപൊളി. ഇതേത് ഇഞ്ചി? നമ്മളെ വരതാ. വരതാ. ഇതിപ്പോ നമുക്ക് 200 തമിഴ്നാട്ടിലേക്ക് ഇപ്പൊ ഒരാള് വരാണ്ട് പാക്ക് ചെയ്ത് വെച്ചാലേ അയാൾക്ക് തന്നെ പുളക്കൊമ്പ് ഉള്ളത് ഒപ്പിച്ചാണ്. പുളക്കൊമ്പ് വേറെ ഇല്ല, പുളക്കൊമ്പ് കഴിഞ്ഞു തുടങ്ങി. ഇതെങ്ങനെ ഇത് വെക്കണം? ഇത് വെക്കേണ്ട രീതി എന്താ വെച്ചാല് ഏറ്റവും നല്ലത് നമ്മളെ കവറിലൊക്കെ കുറച്ച് വേപ്പ് മുണ്ണാക്കും, ഒരു പിടി എല്ലുപൊടിയും, ഒരു പിടി കോഴിവെള്ളി വളപ്പൊടി. ഈ വളപ്പൊടി മണ്ണും കൂടി നല്ലോ മിക്സ് ചെയ്ത് കുറച്ച് കരിയിൽ നല്ലോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കവർ നിറക്കുക. ആ നിറക്കേണ്ട ഇടയിൽ കുറച്ച് മണി നമുക്ക് ഇത് കിട്ടും, ബെർമിക്കുലേറ്റ് കിട്ടാം. അതായത് ഇഞ്ചി ഐറ്റംസിന് മാഗ്നീഷ്യം കൂടുതലുള്ള സാധനം കിട്ടണം. അപ്പൊ അതിന് ബെർമിക്കുലേറ്റ് കിട്ടിയത് അതേമാതിരി ഇതിലാ നല്ലത് ബെർമിക്കുലേറ്റ് എന്ന സാധനം എന്താണ്? ബെർമിക്കുലേറ്റ് എന്ന സാധനം. ഇതില് ഇത് എന്താ പാറപ്പൊടി മാതിരി വേറെ ഇതെന്താ അപ്പൊ ഈ ഇഞ്ചി ഐറ്റംസിനൊക്കെ ബെർമിക്കുലേറ്റ് കൊടുത്താൽ എന്താ വെച്ചാല് മാഗ്നീഷ്യം കൂടുതൽ വേണം ഇഞ്ചി കൃഷി ചെയ്യുമ്പോ. അപ്പൊ ഇത് ഉപയോഗിക്കാം. ഇത് പിന്നെ ഇതിന്റെ വെച്ചാല് ഈ ഈർപ്പം നിലനിൽക്കും. ഈ സാധനം കുറച്ച് തുള്ളിട്ടാല് ഇഞ്ചിയില് മറ്റേ നമുക്ക് ഇഞ്ചിക്ക് കുറച്ച് വെള്ളം നല്ല ആണല്ലോ. അപ്പൊ എന്താ ചെയ്യാ, ഒരു പിടി ഒരു ഗ്രോ ബാഗ് ഒരു പിടി ഇടുക. ഇങ്ങനെ ഒരു പിടിയാണ് കാണിച്ചാൽ ഒരു പിടി വേപ്പ് മുണ്ണാക്കും, ഒരു പിടി എല്ലുപൊടിയും. എല്ലുപൊടി ഇനിയിപ്പോ എന്താ വെച്ചാൽ മതി, വേപ്പ് മുണ്ണാക്കിൽ ഇതാ ഇത്ര ഇട്ടാൽ മതി ഒരു ഗ്രോ ബാഗ്. ഇതുണ്ടല്ലേ. അപ്പൊ ഇതിലതില് മാഗ്നീഷ്യം കൂടുതൽ ഉണ്ടാവും ചെയ്യും. പിന്നെ അതിന്റെ പുറത്ത് നമുക്ക് ആ ഈർപ്പം നിലനിൽക്കും ചോദിച്ചും വേരോട്ടം കിട്ടും ചോദിച്ചും ഈ സാധനത്തിന്റെ വെള്ളത്തിന്റെ അളവ് അങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാ, ഒരു പിടി സൂപ്പർ മീൽ ഇട്ടാൽ മതി. നമ്മൾ ഏതെങ്കിലും സൂപ്പർ മീൽ, ഇതൊക്കെ സൂപ്പർ മീൽ ഇപ്പൊ ഇതിലൊന്നും നല്ല കുഴപ്പമില്ലാത്ത നല്ല കമ്പനിയെ പെടുത്തിട്ടോ. യുക്കെന്റെ നല്ല കണ്ടന്റ് കൂടുതൽ ഉണ്ടാവരുത്. അപ്പൊ അങ്ങനെ സൂപ്പർ മീല് പിടിയിട്ട ഒരു പിടി, അതും ഒരു പിടി കുറച്ച് ചേരിച്ചോറോ ചേരി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇട്ടാം. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ സാധാ ഗ്രോ ബാഗിൽ നോക്കുമ്പോൾ ആകെ 100 ഗ്രാം 70 ഗ്രാമിന്റെ പീസ് വെച്ചാൽ മതി. ആ വെക്കേണ്ട 20 അറ്റി സാധനം കിട്ടും. 20 അറ്റി സാധനം ഉണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ ഒന്നും വേണമെങ്കിൽ നമുക്ക് ശരിക്കും വെക്കേണ്ട രീതി നമുക്ക് വേണമെങ്കിൽ കാട്ടിയാൽ എന്താ അറിയാം, കുഴിച്ചിട്ട് രീതി കാട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, തൂമ്പ് ഇങ്ങനെ വന്നതിന് ശേഷം
കുറച്ച് സീവീഡ് ജെല്ല്, ഹുമിക്ക്, അതായത് സീവീഡ് ജെല്ല് ഹുമിക്കും കുറച്ച് വേണമെങ്കിൽ അതായത് വാമാണ് സാധനം. ഈ 3 സാധനം കൂടി ഒന്ന് മിക്സ് ആക്കിയാണ് ലാസ്റ്റേജ് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇഞ്ചി നല്ല ഗ്രോത്തിൽ വളരും ചെയ്യും. ഈ പറഞ്ഞ സാധനമൊക്കെ ഇവിടെ കിട്ടും, ഇവിടെ കിട്ടുമോ? അവിടുത്തെ ലാസ്റ്റ് പറഞ്ഞ വാമൊക്കെ സീവീഡ് ജെല്ല് ഒക്കെ, സീവീഡ് ജെല്ലൊക്കെ ജൈവവളങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചിക്ക് ഇഞ്ചി നല്ല വളവായിട്ട് വന്നോളൂ. നല്ല വളവ്. അതെങ്ങനെ വെച്ചാൽ ഇഞ്ചി മുള വന്നതിന് ശേഷമാണ് ഫസ്റ്റ് ഇഞ്ചി നടേണ്ട രീതി. നമ്മളിപ്പോൾ ആ കമ്പ് എടുത്തുകാണ്ട് ഒന്നെങ്കിൽ സൂഡോമോണസിൽ അല്ലെങ്കിൽ ട്രൈക്കോഡർമ അതല്ലെങ്കിൽ സാഫ് ഏതെങ്കിലും ഒരു ഇതിൽ മുക്കിയിട്ട് 1-2 മണിക്കൂർ പുറത്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ നടേണ്ട രീതി. ആ നടേണ്ട രീതി അപ്പോൾ ഗ്രോ ബാഗുകാർക്ക് അങ്ങനെ അല്ലാത്തവർക്ക് നേരെ നിലത്തേക്ക് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ടുകാണ്ട് ചെയ്താൽ മതി.